ദിവസവും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് ദാരിദ്ര്യം വരില്ലെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ഒരിക്കലുമില്ല സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് ദാരിദ്ര്യത്തെ പേടിക്കേണ്ടതില്ല. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ അന്നം മുട്ടുമോ എന്നുള്ള പേടിയാണ്. ഉസ്താദേ, ഈ ഉള്ള റാഹത്തും സന്തോഷമൊക്കെ പോകൂല. നല്ല ഒരു മരുന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു തരുന്നു, ദിവസവും സൂറത്തുൽ വാഖിയ ഓതിയാൽ മതി. അതിൻ്റെ ആശയതലങ്ങളും കൂടെ നമുക്ക് ഈ 10 ദിവസം കൊണ്ട് അങ്ങ് ഉൾക്കൊള്ളാനായാൽ അത് ഓതുമ്പോൾ നല്ലൊരു ആനന്ദം ഉണ്ടാവും, ഒരു വല്ലാത്ത സുഖം ഉണ്ടാകും അത് ഓതുമ്പോൾ. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങണം. എല്ലാവരും ഇന്ന് മുതൽ സൂറത്തുൽ വാഖിയ നിത്യമായി പാരായണം ചെയ്യാൻ തുടങ്ങണം. രാത്രി സമയത്ത് ഇശാ മഗ്രിബിന്റെ ഇടയിലായാൽ കൂടുതൽ നന്നായി. ആ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ഹായിബാകില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ഒരിക്കലും തടയപ്പെടില്ല. അത് എന്നും കിട്ടിക്കൊണ്ടിരിക്കും. ഒരു 10 ദിവസം നിങ്ങൾ ഓതുമ്പോഴേക്ക്, ഖുർആൻ നോക്കി ഓതുമ്പോഴേക്ക് അത് മനപ്പാടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തുടരാം. ഇവിടെ ബഹുമാനപ്പെട്ട ഹാഫിള് ഓതിയപ്പം കുറേ ആളുകൾ സദസ്സിൽ നിന്ന് ഏറ്റു ഓതുന്നുണ്ട്. കാരണം അവരൊക്കെ നേരത്തെ സൂറത്തുൽ വാഖിയ സ്ഥിരമായി ഓതി പരിചയമുള്ളവരായിരിക്കും. ഈ ഒരു വലിയ പ്രതിഫലം ആഗ്രഹിച്ച് ഓതുന്നവരായിരിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ പറയുന്നു, നിർബന്ധമായും സൂറത്തുൽ വാഖിയ എല്ലാവരും ഓതിയിരിക്കണം. എന്തേ കാരണം? ഒരു ചെറിയ സംഭവം പറഞ്ഞ് നമുക്ക് വിശദീകരണത്തിലേക്ക് അങ്ങ് കിടക്കാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മേൽ കടന്നു വരുന്നു. ആരാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്? ഇന്നലെ നമ്മൾ പ്രതിപാദിച്ചു, ഇന്നിനി ഇവിടെ പറയേണ്ടതില്ല. ആ ചെറിയ വലിയ മനുഷ്യൻ ഇന്നലെ നമ്മൾ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ നീളമുള്ള ഒരാൾ ഇരുന്നാലുള്ള വലുപ്പാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എഴുന്നേറ്റ് നിന്നാലുള്ളത് എന്ന് മുല്ലാരിയുൽ ഖാരി രേഖപ്പെടുത്തിയത് ഞാൻ ഇന്നലെ പറഞ്ഞു. അപ്പൊ ആ ചെറിയ വലിയ മനുഷ്യൻ ഈമാൻ കൊണ്ട്, തഖ്വ കൊണ്ട്, ഇൽമു കൊണ്ട്, എല്ലാം മനക്കരുത്തുകൊണ്ട് എല്ലാം വലിയ ആളാണ്. കാണാൻ കുറച്ച് ചെറുപ്പാണ്. അപ്പൊ ആ ചെറിയ വലിയ മനുഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുകയാണ്. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കടന്നു വരുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കടന്നു വരുന്നു. ദഖല അല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫീ മറളി മൗതിഹി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശയ്യാവലംബിയായി കഴിയുന്ന, രോഗശയ്യയിൽ കിടക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കയറി വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാണ്, മാ തഷ്തകി, മാ തഷ്തകി, നിങ്ങൾക്ക് വല്ല ശിക്കായത്തും പറയാനുണ്ടോ, വല്ല സങ്കടവും പറയാനുണ്ടെങ്കിൽ പറയാ. ചോദിക്കുന്നത് ആരാ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ, അവിടെ വെച്ചിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇത് ചോദിക്കുമ്പോ എന്തായാലും പ്രതീക്ഷയുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് എന്തു സങ്കടം പറഞ്ഞാലും അത് നിവൃത്തിയാക്കാൻ കഴിവുള്ള ഒരു മഹാനാ ചോദിക്കുന്നത്. എന്തെങ്കിലും സങ്കടം പറയാനുണ്ടോ? നമ്മളോട് ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ, അതും പ്രതീക്ഷയുള്ള ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സങ്കടം പറയാനുണ്ടാവും? 100 കൂട്ടം സങ്കടം പറയാനുണ്ടാകും. തുടങ്ങി വെച്ച പുരപ്പണി തീരാത്തത്, മകളെ കെട്ടിച്ച കടം വീടാത്തത്, ഇങ്ങനെ തുടങ്ങിയിട്ട് 100 കൂട്ടം സങ്കടങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. അവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോ നിങ്ങൾ? എന്തേ നിങ്ങൾ ചോദിച്ചത്? മരണം മുഖാമുഖം കണ്ട് കിടക്കുന്ന എനിക്ക് വല്ല സങ്കടവും പറയാനുണ്ടോ? നിങ്ങൾക്ക് നിവൃത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ, എനിക്ക് സാധിപ്പിച്ചു തരാൻ, എനിക്ക് പരിഹരിച്ചു തരാൻ കഴിയുമെങ്കിൽ, ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്കൊരു സങ്കടമുണ്ട്. അഷ്തകീ ദുനൂബി, എനിക്കൊരേ ഒരു സങ്കടമേ ഉള്ളൂ. പാവപ്പെട്ട അബ്ദുള്ള ഇന്നുവരെ ചെയ്തു കൂട്ടിയ ഈ മഹാപാപങ്ങളുമായി റബ്ബിനെ എങ്ങനെ കണ്ടുമുട്ടും? എൻ്റെ പാപങ്ങളുടെ കാര്യം ആലോചിച്ചിട്ട് ആ പാപങ്ങളെക്കുറിച്ചുള്ള സങ്കടമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണല്ലോ പറഞ്ഞത്. പ്രതീക്ഷിച്ചിരുന്നത് അതായിരുന്നില്ല. സാമ്പത്തികമായി വല്ല വിഷമമുണ്ടെങ്കിൽ ഞാൻ സാധിപ്പിച്ചു തരാം എന്നുള്ള, പരിഹരിച്ചു തരാം എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത്. എൻ്റെ പാപങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ ആ ഒരൊറ്റ സങ്കടമേ എനിക്കുള്ളൂ. എന്നാ ശരി, ബഹുമാനപ്പെട്ട ഒരു ശൈലി അങ്ങ് മാറ്റി.
അത് തൽക്കാലം എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലല്ലോ. ഫഖാല ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിന്നീട് ചോദിച്ചു, ശൈലിയൊന്ന് മാറ്റി. നേരത്തെ ചോദിച്ചത് മാ തഷ്തകി, നിങ്ങൾക്ക് വല്ല ശിക്കായത്തും പറയാനുണ്ടോ, സങ്കടം പറയാനുണ്ടോ, അവലാതി പറയാനുണ്ടോ എന്നാ. അവിടുന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് മാ തഷ്തഹി, മാ തഷ്തഹി, നിങ്ങൾക്ക് വല്ല, മരിക്കാൻ കിടക്കുകയാണല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് വല്ല ഉത്കടമായ മോഹവും അന്ത്യാഭിലാഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം, വല്ല താല്പര്യങ്ങളും ഉണ്ടെങ്കിൽ എന്നോട് പറയാം, എന്തു പറഞ്ഞാലും ഇൻഷാ അല്ലാഹ് ഞാനത് സാധിപ്പിച്ചു തരും. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നു, ഉണ്ട് പ്രിയപ്പെട്ട ഉസ്മാൻ, എനിക്ക് ആഗ്രഹമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. മരണം മുഖാമുഖം കാണുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. റഹ്മത്ത റബ്ബി, ഒരേ ഒരാഗ്രഹം, ഞാൻ എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം ആഗ്രഹിക്കുന്നു. എൻ്റെ റബ്ബ് ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു തന്നാൽ അത് റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്താണ്. റഹ്മത്തിൻ്റെ 10 നമുക്ക് കഴിഞ്ഞു പ്രിയപ്പെട്ട കൂട്ടുകാർ. ബഹുമാനപ്പെട്ടവരിതാ മരണസമയത്ത് അല്ലാഹുവിൻ്റെ റഹ്മത്ത്, ആ റഹ്മത്ത് ആശിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയാൽ കൊള്ളാം, വേറെ ഒരു താല്പര്യവും എനിക്കില്ല. എല്ലാം വിചാരിച്ചതുപോലെയല്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ആൻസർ വരുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ശൈലി മാറ്റി. വ്യക്തമായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ ചോദിക്കുന്നു, കുറെ ദിവസമായല്ലോ രോഗമായി കിടക്കുന്നു. ഖാല അഫലാ തദ്ഉ തബീബ്, അഫലാ തദ്ഉ തബീബ്, ഡോക്ടറെ ഒന്നും വിളിക്കുന്നില്ലേ? അല്ല, ഒരു ഡോക്ടറെ കൊണ്ടൊന്ന് ചികിത്സിപ്പിച്ചോ, ഡോക്ടറെ കാണിച്ചോ, ഡോക്ടറെ വിളിച്ചോ? ഇല്ലെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി നോക്കുക. ഫഖാൽ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, അത്തബീബു ഖദ് അംറദനി, അത്തബീബു ഖദ് അംറദനി, ഡോക്ടറെ വിളിക്കേ, ഡോക്ടറാണല്ലോ എന്നെ രോഗിയാക്കിയത്, എന്നെ രോഗിയാക്കിയത് ഡോക്ടറാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് ഷാഫി, ഷിഫ നൽകുന്നത് അല്ലാഹുവാണ്, രോഗത്തിന്റെ ശമനം നൽകുന്ന ഡോക്ടർ എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ആ അല്ലാഹുവാണ് എന്നെ രോഗിയാക്കിയത്. ഇനി ഞാൻ ആരോട് സങ്കടം പറയാനാ? പടച്ച റബ്ബ് ഡോക്ടർ എന്നെ രോഗിയാക്കിയത്, ഡോക്ടർ എന്താ കണ്ടതെങ്കിൽ കൂട്ടട്ടെ. നോക്ക് നിങ്ങൾ, ഇതിന്റെ അർത്ഥം ചികിത്സിക്കാൻ പാടില്ല എന്നല്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ തവക്കുലിന്റെ കടുപ്പമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിലും ചികിത്സ എന്ന് പറഞ്ഞത് കേവലം കാരണങ്ങളല്ലേ, കാരണങ്ങളുമായി ബന്ധപ്പെടലല്ലേ. യഥാർത്ഥ ഷാഫി അല്ലാഹുവാൻ, അല്ലാഹുവാൻ. ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയാകുമ്പോൾ എന്നെ സുഖപ്പെടുത്തുന്നത് അല്ലാഹുവാൻ. ആ അല്ലാഹുവിനല്ലാതെ ആർക്കും ശിഫയാക്കാൻ കഴിയില്ല. ഈ ആശയം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിച്ചിരുന്നു, പടച്ചോനെ, നീ പറയുന്നു നീയാണ് സുഖപ്പെടുത്തുന്നത്, എന്തേ മൂസ, നിനക്ക് വിശ്വാസമല്ലേ? തീർച്ചയായിട്ടും ഉണ്ട് പടച്ചോനെ, നിന്നെ എനിക്ക് നല്ല വിശ്വാസമാണ്, നീ തന്നെ ആ ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, രോഗം തരുന്നവൻ, രോഗം സുഖപ്പെടുത്തുന്നവൻ, എല്ലാം ഞാൻ വിശ്വസിക്കുന്നു പടച്ചോനെ. പക്ഷേ ഒരു ചെറിയൊരു സംശയം ചോദിക്കാനാ. ഫമാദാ സുൻഉൽ അത്ബാ, ഫമാദാ സുൻഉൽ അത്ബാ, പിന്നെ ഡോക്ടർമാരുടെ പണി എന്താണെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. മൂസ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ച, പിന്നെന്തിനാ ഈ ഡോക്ടർമാര്, പിന്നെന്തിനാ ഇവരെ കൊണ്ട് ചികിത്സിക്കാൻ നീ പറഞ്ഞത്? ഇസ്ലാമിൽ പെട്ടതാണല്ലോ ചികിത്സ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ, നിങ്ങൾ ചികിത്സിച്ചോ, തദാവൂ, ചികിത്സിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് ഈ ചികിത്സ? ഉടനെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, ഡോക്ടർമാരെ പണി എന്താന്ന് ഞാൻ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു തരാം. ഡോക്ടർമാരെ പണി എന്താന്ന് അറിയാത്തതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ഞാൻ പറഞ്ഞു തരാ. ഫഇന്നഹും യഅകുലൂന അത്അമ അലൽ ഹലാൽ, അതാണ് സംഭവം. അവർക്ക് ഹലാലായ മാർഗത്തിൽ ഓല അരി ഒപ്പിക്കാൻ ഒരു മാർഗോ, അത്രേ അതുള്ളൂ. സംഗതി രോഗം സുഖപ്പെടുത്തുന്നത് ഞാനാണ്. ഓൽക്കും വേണ്ടേ ഭക്ഷണം കഴിക്കുക, അതിന് ഹലാലായ ഒരു മാർഗം വേണ്ടേ, അതാണ് ചികിത്സ. സംഗതി രോഗം സുഖപ്പെടുത്തുന്നത് ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ അർത്ഥത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഡോക്ടർ ആണല്ലോ എന്നെ രോഗിയാക്കിയത്, പിന്നെ ഞാനെന്ത് സങ്കടം പറയാനാണ്. ബഹുമാനപ്പെട്ടവർ വീണ്ടും തുടർന്നു. കാരണം ഈ ചോദിക്കുന്നതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിച്ചു, അലാ നഉമുറു ബിഅതാഇക ഇബ്ന മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, നിങ്ങൾക്ക് എന്റെ വകയായി എന്തെങ്കിലും ദാനം തരാൻ ഞാൻ എൻ്റെ ആളുകളോട് പറയട്ടെ. അപ്പൊ അതോടുകൂടെ വിഷയം പിന്നെ പച്ചയായിട്ട് ചോദിച്ചെങ്കിലേ സംഗതി കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. എങ്ങനെ ചോദിച്ചാലും സംഗതി വളഞ്ഞാ പോകുന്നത്. അപ്പൊ ഇനി
ഉസ്മാൻ റളിയല്ലാഹുവിന്റെ താല്പര്യം ഉസ്മാൻ റളിയല്ലാഹുവിന് വ്യക്തമായി ചോദിക്കാൻ, എനിക്ക് നിങ്ങളെ ഈ മരിക്കാൻ കാലത്തൊന്ന് സഹായിക്കണം എന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഒന്ന് എൻ്റെ ആളുകളോട് പറഞ്ഞിട്ട് എൻ്റെ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് അനുവദിപ്പിക്കട്ടെ, ഇങ്ങോട്ട് പാസ്സാക്കിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞ മറുപടി, ലാ ഹാജത ലീ ഫീ. മരണം മുഖാമുഖം കണ്ടു കിടക്കുന്ന എനിക്ക് ഇനി നിങ്ങളുടെ ഔദാര്യത്തിന്റെ ആവശ്യമല്ല. എന്തിനാ എനിക്ക് സ്വത്ത്? ഞാൻ മരിക്കുകയാണ്. മരിക്കുന്ന എനിക്ക് സ്വത്തിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ബഹുമാനപ്പെട്ടവർ ഒന്നും കൂടെ ശൈലി മാറ്റി, നദ്ഫഉഹു ഇലാ ബനാതിക്. നിങ്ങൾക്ക് വേണ്ട ശരിയാണ്, പക്ഷേ കുറെ പെൺകുട്ടികളാണല്ലോ ഉള്ളത്. ഈ പെൺകുട്ടികൾക്കൊന്നും ഒന്നുമില്ല, ജീവിക്കാൻ ഒരു ആസ്തി നിങ്ങളെ കയ്യിലില്ലല്ലോ. ആ കുട്ടികളെയൊക്കെ ഫക്കീറാക്കി പോകുമ്പോൾ, ആ കുട്ടികളെയൊക്കെ ദരിദ്രരാക്കി പോകുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അപ്പൊ അതിന് അവർക്ക് എന്നൊന്നും ജീവിക്കാൻ പറ്റുന്ന സ്ഥായിയായ ഒരു വരുമാന മാർഗം ഞാൻ ഉണ്ടാക്കിയിരട്ടെ എന്നാ ചോദിച്ചത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിരട്ടെ. നമ്മളാണെങ്കിൽ എന്ത് പറയൂ? അതൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ആദ്യം. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ഈ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ കുട്ടികളെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ആകെ ബേജാറാകുന്നത്. ആദ്യത്തെ ചോദ്യത്തിന് വേറെ എന്തെല്ലാമോ ഉത്തരം പറയാമെങ്കിലും നമ്മളുടെ നാട്ടിൽ ആദ്യം വരുന്ന ഉത്തരം അതായിരിക്കും. ഇങ്ങനെ ചോദിച്ച സമയത്ത് ബഹുമാനപ്പെട്ടവർ അവിടെയും പറയുന്നില്ല, എന്റെ പെൺമക്കൾക്ക് അതിന് ആവശ്യമല്ല. എന്റെ പെൺമക്കൾക്ക് എന്തിനാണ് ആ സ്വത്ത്? നിങ്ങളുടെ ഔദാര്യത്തിന്റെ ആവശ്യമൊന്നും എന്റെ പെൺമക്കൾക്കില്ല. സുബ്ഹാനല്ലാഹ്. അത് കേട്ടപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അത്ര പറ്റിയില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാം, കാരണം നിങ്ങൾ ഇന്ന് മരിക്കുക. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാം, പക്ഷേ നിങ്ങളെ പെൺമക്കൾ ഇഞ്ഞും ഇവിടെ ജീവിക്കേണ്ടവരല്ലേ? ആ പെൺകുട്ടിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? കാറ്റടിക്കാൻ പറ്റൂലല്ലോ, ഭക്ഷണം കഴിക്കണ്ടേ? ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും വകുപ്പ് വേണ്ട, അവർക്ക് വേണ്ടാന്ന് നിങ്ങൾ എങ്ങനെയാ ഇത്ര ധൈര്യത്തിൽ പറയുന്നത്? അപ്പോഴാ മഹാനവറുകൾ പറഞ്ഞത്. അതാണ് നാം ഇവിടെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് അവരുടെ കാര്യത്തിൽ ഒരു പേടിയുമില്ല. കാരണം എന്താ അറിയോ? ഫഇന്നീ ഖദ് അമർതുഹുന്ന അൻ യഖറഅന സൂറത്തൽ വാഖിഅതി കുല്ല ലൈല ഫഇന്നീ സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മൻ ഖറഅ സൂറത്തൽ വാഖിഅതി ഫീ കുല്ലി ലൈലത്തിൻ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ. ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയാൻ കാരണം എൻ്റെ മക്കളുടെ അന്നം മുട്ടൂല, അവർക്ക് ദാരിദ്ര്യം വരൂല എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ അവരെ മരിക്കുന്നത് വരെ ഞാൻ എൻ്റെ വീട്ടിൽ സൂറത്തുൽ വാഖിയ ഓതിയിട്ടുണ്ട്. വാഖിയ എന്ന അധ്യായം ഓതാൻ ഞാൻ എൻ്റെ മക്കളെ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ മരിക്കോളും അവരെ കൊണ്ട് അത് ഓദിച്ചിട്ടുണ്ട്. എൻ്റെ കാലശേഷം അവരത് ഓതും. അവരോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, സൂറത്തുൽ വാഖിയ എന്നും ഓതണട്ടോ. ഞാൻ എൻ്റെ ഹബീബ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഫഇന്നീ സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, എൻ്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ഖറഅ സൂറത്തുൽ വാഖിയതി ഫീ കുല്ലി ലൈല, ഓരോ രാത്രിയിലും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നവൻ ആരുണ്ടോ, ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, ഇല്ല അയാൾക്കൊരിക്കലും അന്നം മുട്ടുകയില്ല, ദാരിദ്ര്യം അയാളെ ബാധിക്കുകയില്ല. ഇതെന്റെ ഹബീബ് എനിക്ക് തന്ന ഓഫറല്ലേ, ഞാൻ എന്തിനു പേടിക്കണം? എന്റെ ഹബീബ് ഇത്ര നല്ല ഒരു മെഗാ ഓഫർ എനിക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പെൺകുട്ടികൾക്ക് അത് ഓതിയാ പോരെ? അതങ്ങനെ കിട്ടിക്കൊള്ളൂ. ഈമാനിന്റെ കടുപ്പാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതുകൊണ്ട് ഒരൊറ്റ ദിവസവും അതാ മറന്നു പോകരുത്. ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറുൽ മദാരിക്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇന്ന് മുതൽ സൂറത്തുൽ വാഖിയ പാരായണം തുടങ്ങണം. ഞാനിത് കോഴിക്കോടും അതുപോലെ തന്നെ നമ്മുടെ കോട്ടക്കൽ മസ്ജിദു സഹാബയിലൊക്കെ പറഞ്ഞപ്പോൾ അവിടെയുള്ള ഒരുപാട് കൂട്ടുകാരൻ അത് പാരായണം ആരംഭിച്ചു എന്നല്ല, അതിൻ്റെതായ ഗുണങ്ങൾ അവർ കാണാനും തുടങ്ങി. അവർ ഒരുപാട് ആളുകൾ പറഞ്ഞു, വല്ലാത്തൊരു സൂറത്തുൽ ഗിന, സമൃദ്ധിയുടെ അധ്യായം എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇതിന് പേരിട്ടത് വെറുതെ അല്ല. സമൃദ്ധിയുടെ അധ്യായം എന്നൊരു പേരുണ്ട്.